വെൽക്കം ബാക്ക് ടു കൂൾ വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനൊരു ക്യാരറ്റിൻ്റെ സ്പെഷ്യൽ ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാല് വേണം. പിന്നെ കുറച്ച് ഷുഗർ, ഏലക്ക 4-5 ഏലക്കയായിട്ട് ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഐസ് ക്യൂബ്സ് വേണം. കുറച്ച് കസ്കസ് വെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. വാനില ഐസ്ക്രീം വേണം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ എങ്ങനെയാണെന്ന് നോക്കാം. ക്യാരറ്റിൻ്റെ സാധാരണ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പച്ചയ്ക്ക് ജ്യൂസ് അടിക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അതിന് 2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കണം. വെള്ളം ഇപ്പോൾ ഇവിടെ ഒന്ന് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് വേവിച്ചെടുക്കാം. ക്യാരറ്റ് ഇപ്പോൾ എനിക്കിവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ ബാലൻസ് ഉള്ള ഈ വെള്ളം ഞാൻ കളയാണ്. ഈ വെള്ളം നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ, നല്ലതാണ്. ഞാനിവിടെ വെള്ളമൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വെള്ളം തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ആർക്കും അത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ മാറ്റി നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഫ്രീസറിലാണ് കേട്ടോ വെച്ചത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊക്കെ മാറ്റാം. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ ഷുഗറും ഏലക്കയും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൽക്കാലം അത്രയും മതി. ബാക്കി നമ്മുടെ മധുരത്തിന് പാകമായിട്ട് പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാലുണ്ടല്ലോ, ഫ്രീസായ പാലാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വാനില ഐസ്ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തൽക്കാലം കുറച്ച് ഐസ് ക്യൂബ് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പം ഞാനിത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ നന്നായിട്ട് ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാണാമല്ലോ, കുറച്ചൊരു കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ഞാൻ പക്ഷേ ഒരു ഡ്രിങ്കായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് കുറച്ചും കൂടി ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് മധുരം പാകമാണോ എന്ന് നോക്കുക. എനിക്കിവിടെ മധുരം കുറച്ച് കുറവാണ്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഐസ്ക്രീം എസൻസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരാവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സാധാരണ ക്യാരറ്റ് ഇഷ്ടമില്ലാത്തവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസ് റെസിപ്പി തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാകും. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. താങ്ക്